ബഹുമാന്യായ അധ്യക്ഷ, വേദിയിലെ നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ള പ്രശസ്ത സിനിമാതാരം പ്രിയപ്പെട്ട സന്തോഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള വേദിയിലെ ബഹുമാന്യരെ, പ്രിയമുള്ള അധ്യാപകരെ, രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, സ്വാഗത ഭാഷണത്തിന് മുമ്പേ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത് ശരിയല്ല എന്നറിയാം. പക്ഷേ 11:30 ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ ഒരു യോഗം ഞാൻ തന്നെയാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഇപ്പം തന്നെ 11:30 ആവാറായി. അപ്പോൾ ഈ ഒരു സമയം എന്നുള്ളത് എല്ലാ അധ്യക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം തിരക്ക് പിടിച്ച ഒരു സമയം കൂടിയാണ്. അപ്പോൾ വിളിച്ചു ചേർത്താൽ ഒരുപാട് വൈകി പോകുക എന്നുള്ളത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് സ്വാഗത ഭാഷണം അതിനുശേഷമാകാമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം ആദ്യം നടത്തുന്നത്. മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ നമ്മുടെ ഈ സബ് ജില്ലയുടെ ഭാഗമായുള്ള വ്യത്യസ്ത വിദ്യാലയങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കുട്ടികളാണ് വ്യത്യസ്ത മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും പറയാറുള്ളതും അവർക്ക് വ്യത്യസ്തമായ പലതരത്തിലുള്ള കലാ കഴിവുകളാണുള്ളത്. അത്തരത്തിലുള്ള കലാപരമായ കഴിവുകളെ വേദിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് അത് സമ്പൂർണ്ണമാകുന്നത്. ഇവിടെ മത്സരങ്ങളാണ് നടക്കുന്നത്. എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞു മക്കളോടും രക്ഷിതാക്കളോടും അധ്യാപകരോടും എല്ലാം അഭ്യർത്ഥിക്കുവാനുള്ളത്, മത്സരം വേണം, ശരിയാണ്. പക്ഷേ ആ മത്സരങ്ങളെയെല്ലാം ആരോഗ്യപരമായ മത്സരമായി പര്യവസാനിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം എന്നതാണ് എനിക്കെൻ്റെ വളരെ വിനയത്തോടു കൂടി നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുവാനുള്ളത്. ഒരു സബ് ജില്ലാ കലോത്സവം സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു നിസ്സാര കാര്യമല്ല. നല്ല എന്താ പറയുക, മാസങ്ങളോളമുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ആ കലോത്സവത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ. ആ നിലയിൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെയുള്ള അധ്യാപകരും PTA-യും സംഘാടക സമിതിയും ഒക്കെ ചേർന്നുകൊണ്ട് ഈ സബ് ജില്ലാ കലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും പറയുന്നതും അവരുടെ ജീവിതത്തിൽ അവരെ ഉയർന്ന തലത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി അടക്കം തുടക്കം കുറിക്കുന്ന ഒരു മേഖല കൂടിയായിട്ടാണ് നമ്മുടെ ഈ സബ് ജില്ലാ കലോത്സവങ്ങളെ അല്ലെങ്കിൽ കലോത്സവങ്ങളെ എല്ലാം ആകെ നമ്മൾ കാണുന്നത്. അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ബഹുമാനിയായ മുഖ്യ അതിഥി പ്രിയപ്പെട്ട സന്തോഷ് ഇവിടെയുണ്ട്. അദ്ദേഹം നിങ്ങളോട് അത്തരം കാര്യങ്ങളെല്ലാം പറയും. പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, അതിനുശേഷം ഇന്ന് ലോകമറിയുന്ന തലത്തിലേക്കുള്ള ഒരു സിനിമാ താരമായി ഉയരുന്നതിന് വേണ്ടി കഴിഞ്ഞ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ പങ്കുവെക്കുന്നതാണല്ലോ ഏറ്റവും മഹത്തരമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം ഈ സബ് ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന പരിപാടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ട് അടക്കം TBCക്ക് കൊണ്ടതാണ്. അപ്പോൾ ഈ തളിപ്പറമ്പ് സബ് ജില്ലാ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് അധ്യക്ഷ സ്ഥാനം ആരെങ്കിലും ഏറ്റെടുക്കണം അതുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് കണ്ടു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കലാസ്നേഹികളെ, അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 4 മുതൽ 7 വരെ നമ്മുടെ സ്കൂളിൽ വെച്ച് അരങ്ങേറുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. അതിനുള്ള കാരണം നമ്മുടെ ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. 11:30 അദ്ദേഹത്തിന് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ഉണ്ടായിരുന്നു.
പരിപാടിയിൽ പങ്കെടുക്കേണ്ട കൊണ്ടാണ് ഉദ്ഘാടനം സ്വാഗത ഭാഷണത്തിന് മുമ്പേ നടന്നത്. അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കേണ്ടിയിരുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമേളയായ നമ്മുടെ സ്കൂൾ കലോത്സവം വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും നമ്മുടെ കേരളത്തിൻ്റെ നാടൻ കലകൾ അതിൻ്റെ തനതായ പാരമ്പര്യം നിലനിർത്തുന്നതിനും അത് പുതുതലമുറകളിലേക്ക് കൈമാറുന്നതിനും നമ്മുടെ കലോത്സവം വലിയ പങ്കാണ് വഹിക്കുന്നത്. ക്ലാസ് മുറികളിലെ പഠനങ്ങൾക്കപ്പുറം കലയുടെ വിശാല ലോകമുണ്ടെന്നും ആ ലോകത്തിലൂടെ ജീവിതത്തിൻ്റെ നെറുകയിലെത്താമെന്നും തെളിയിക്കപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ജീവിതത്തിൽ സന്തോഷപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി കലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിലെ ദൂഷ്യതയെ അകറ്റുന്നതിന് വേണ്ടി തങ്ങളുടെ പഠനത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇത്തരം കലാമേളകളെ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റിയെടുക്കുന്നതിനും ജീവിത നൈപുണ്യം കൈവരിക്കുന്നതിനും ഇത്തരം കലാമേളകളെ അവരെ സഹായിക്കുന്നുണ്ട്. അന്യം നിന്ന് പോകുന്ന ഒരുപാട് കലകളെ നമുക്ക് ചേർത്ത് പിടിക്കുന്നതിന് കഴിഞ്ഞ വർഷം മുതൽ ഗോത്ര കലകളടക്കം നമ്മുടെ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കൗമാര തലമുറയുടെ സർഗാത്മകത പരിപോഷിപ്പിക്കുവാൻ ഇത്തരം കലാമേളയ്ക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിലെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ശ്രീമതി ശ്രീജിനി അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം നമ്മുടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീമതി KK രത്നകുമാരി അവർ നിർവഹിച്ചു കഴിഞ്ഞു. അദ്ദേഹം നേരത്തെ നിർവഹിച്ച് തിരക്കിലേക്ക് പോയി കഴിഞ്ഞു. അദ്ദേഹത്തെ ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മലയാള സിനിമാ ലോകത്തെ പ്രസിദ്ധനായ നമ്മുടെ കണ്ണൂർ ജില്ലയുടെ അഭിമാനമായ നമ്മുടെ തളിപ്പറമ്പിന്റെ സ്വന്തമായ കീഴാറ്റൂരിന്റെ സന്തോഷ് കീഴാറ്റൂരാണ്. പുലിമുരുകൻ, ലോഹം, പത്തേമാരി തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ സഹനടൻ വേഷത്തിലൂടെ മലയാളികൾ അടുത്തറിയുന്ന നമ്മുടെ കണ്ണൂരിന്റെ പ്രിയപ്പെട്ട സന്തോഷ് കീഴാറ്റൂരിനെയും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ക്ഷണിക്കുകയെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ വാർഡിന്റെ മെമ്പർ കൂടിയായിട്ടുള്ള സുരേഷേട്ടൻ ആശംസ അറിയിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ബഹുമാനത്തോടുകൂടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ PTA പ്രസിഡന്റ് ഇവിടെ സന്നിഹിതയായിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചട്ടോപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പളും നമ്മുടെ സബ് ജില്ലാ പ്രിൻസിപ്പൽമാരുടെ പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ സംസ്ഥാനത്തെ തന്നെ തലമുതിർന്ന പ്രിൻസിപ്പാൾമാരിൽ ഒരാളായ ശ്രീ AV ജയരാജൻ സാറിനെ വളരെ ബഹുമാനത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ തളിപ്പറമ്പ് AEM ശ്രീ KK രവീന്ദ്രൻ സാർ നമ്മുടെ ഈ കലോത്സവ പരിപാടി വിശദീകരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ
ആദരപൂർവ്വം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ പ്രിൻസിപ്പളും ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്ററും ഒക്കെ ആയിരുന്ന പ്രിയപ്പെട്ട അനൂപ് സാർ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. SMC ചെയർമാൻ ശ്രീ C. പത്മനാഭൻ സർ ഇവിടെ ഈ ചടങ്ങിൽ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ചട്ടോപാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ C. ശശീന്ദ്രൻ മാസ്റ്റർ ഈ ചടങ്ങിൽ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ PV മനോജ് മാസ്റ്റർ അവർകളാണ്. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ കലാമേളയെ ഉത്സവമാക്കി മാറ്റുന്നതിന് ഈ കലോത്സവത്തിന്റെ ഭാഗമാകാൻ കൂടി എത്തിച്ചേർന്ന മത്സരാർത്ഥികൾ, അവരെ എസ്കോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ്, നമ്മുടെ PTA ഭാരവാഹികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, സഹപ്രവർത്തകർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിനെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ കൗൺസിൽ മെമ്പർ കൂടിയായ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശ്രീജിനി അവരെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ചടങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രിയങ്കരായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നേച്ചി, അതുപോലെ മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിതേച്ചി, നമ്മുടെ വിശിഷ്ടാതിഥിയായ സന്തോഷേട്ടൻ, അതുപോലെ നമ്മുടെ തളിപ്പറമ്പ് AO രവീന്ദ്രൻ, അതുപോലെ ചട്ടോപ്പാറ സ്കൂൾ പ്രിൻസിപ്പൽ ജയരാജൻ മാഷ്, ശശിധരൻ മാഷ്, നമ്മുടെ PTA പ്രസിഡന്റ്, മദർ PTA, മുൻ പ്രിൻസിപ്പൽ അനൂപ് മാഷ്, അതുപോലെ മുൻ PTA പ്രസിഡന്റ് പപ്പാട്ടൻ, നമ്മുടെ സ്കൂളിൻ്റെ HM മനോജ് മാഷ് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, രക്ഷിതാക്കളെ, കലാപരിപാടികൾ വീക്ഷിക്കാനെത്തിയ പ്രിയപ്പെട്ടവരെ, നമുക്ക് മയ്യലിനെ സംബന്ധിച്ചിടത്തോളം വരും ദിനങ്ങളിൽ ഉത്സവത്തിൻ്റെ ദിനങ്ങളാണ്. പ്രത്യേകിച്ച് മയ്യലുകാരെ സംബന്ധിച്ചിടത്തോളം. കാരണം 3-4 ദിവസം നമ്മുടെയൊക്കെ മനസ്സിനും കണ്ണിനും കുളിർമയുള്ള കലാപരിപാടികളാണ് നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനം അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ പഠിക്കുക എന്നതിനപ്പുറം അവരുടെ കഴിവുകൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയാണ് കലോത്സവ വേദി എന്ന് പറയുന്നത്. കലാപരമായും കായികപരമായും സാഹിത്യപരമായും ഒക്കെ ഒത്തുചേരുമ്പോഴാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണതയിലെത്തുന്നത്. തീർച്ചയായും നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. എല്ലാവരും കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാനിവിടെ പറയുന്നത് എല്ലാവരും ഇവിടെ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്കിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വിജയിച്ചു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും 1-2 ആൾക്കാരെ നമുക്ക് 1-2 മാർക്കിൻ്റെ പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ വിജയിപ്പിച്ചെടുക്കേണ്ടതും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കാണാതെ, മത്സര ബുദ്ധിയോട് കാണാതെ, നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ആരോഗ്യപരമായ ഒരു കലാപരിപാടി ആയിരിക്കണം ഇവിടെ നടക്കേണ്ടത്. അത് വീക്ഷിക്കാനാണ് എല്ലാവരും എത്തിച്ചേർന്നതെന്ന് മാത്രമാണ് ഈ ഒരു ചുരുങ്ങിയ അവസരത്തിൽ പറയുന്നത്. കൂടുതൽ ദീർഘമായി സംസാരിച്ചാൽ നമുക്കറിയാം, നമ്മുടെ മക്കളൊക്കെ അതിരാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ മേക്കപ്പ് റൂമിലൊക്കെയാണ്. അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കേണ്ടത്. നമ്മുടെ ഈ പരിപാടിയിൽ അടുത്തതായി സംസാരിക്കുന്നതിന് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നമ്മുടെ മുഖ്യാതിഥി സന്തോഷ് കിരിയാറ്റിനാണ്. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ല കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ തിരി തെളിഞ്ഞിരിക്കുകയാണ്. ഇന്നിവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് KK രത്നകുമാരി അവർ,
വേദിയിലിരിക്കുന്ന ബഹുമാന വ്യക്തിത്വങ്ങളെ, സദസ്സിലെ ഏറെ പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, ഈ കലാലയത്തിലെ അധ്യാപകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വളരെയേറെ സന്തോഷം. സാധാരണ നടക്കുന്ന ഒരു പരിപാടിയുടെ തികച്ചും വിഭിന്നമായാണ് ഇന്നത്തെ ഈ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. ഇതും ഇങ്ങനെയും നടക്കാം. കാരണം നമ്മൾ ചെയ്യുന്നത് പോലെ എല്ലാവരും തിരക്ക് പിടിച്ചവരാണ്. ആ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്കൊക്കെ അല്പം ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്ന ഏക ഇടം എന്ന് പറയുന്നത് കലയും സാഹിത്യവും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സ്കൂൾ കലാമേള വിഭാവനം ചെയ്യുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1957 സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങുന്നത്. ശരിയായിരിക്കാം. കാരണം വലിയ പ്രിൻസിപ്പൽമാരും ഹെഡ് മാസ്റ്റർമാരും ടീച്ചേഴ്സൊക്കെ ഇരിക്കുന്ന വേദി തെറ്റു പറയാൻ പാടില്ല. 1957 ഞാൻ ഈ നോട്ടീസ് വായിക്കുകയായിരുന്നു. 57 കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കലോത്സവം തുടങ്ങിയപ്പോൾ മത്സര ഇനങ്ങളായിട്ട് 12 ഇനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 12 ഇനങ്ങൾ. ഇന്ന് ഈ നോട്ടീസ് വായിച്ചാൽ തല ഇറങ്ങിപ്പോകും. എത്രത്തോളം ആണ് നമ്മുടെ വളർച്ച എന്നത് ഈ ഒരു നോട്ടീസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ കലോത്സവത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്ന് മൊത്തമായി 240 പേരായി. ആലോചിച്ച് നോക്കുക. 57 കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കലോത്സവം കൊടുക്കുന്നു. അതിൽ 12 ഇനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ആലോചിച്ചെടുക്കാൻ പറ്റും എത്ര മത്സര ഐറ്റംസ് ആണ്. അതിൽ 240 പേർ പങ്കെടുക്കുന്നു. ആ വർഷത്തെ ലളിത സംഗീത മത്സരത്തിൽ 1ാം സമ്മാനം നേടിയത് ഈ അടുത്ത കാലത്ത് അന്തരിച്ചു പോയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഭാവഗായകൻ ജയചന്ദ്രൻ അവർക്കാണ്. അന്ന് ലളിത സംഗീതത്തിൽ 2ാം സമ്മാനം കിട്ടിയത് മലയാളത്തിന്റെ ലോകം മുഴുവൻ ആരാധിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ യേശുദാസ് അവർക്കാണ്. എത്രത്തോളമാണ് ഒരു മത്സരത്തിലൂടെ, നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ നടക്കുന്ന മത്സരത്തിലൂടെ കലയ്ക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇന്ന് ആ 12 ഇനങ്ങളിൽ നിന്നും 100-ലധികം ഇനങ്ങൾ കുട്ടികൾ മത്സരിക്കുകയാണ്. 240-ൽ നിന്നും 10,000-ലധികം കുട്ടികൾ പങ്കെടുക്കുന്ന സ്റ്റേറ്റ് തലത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്റെ നമ്മൾ സ്കൂളിൽ കൊണ്ടിരിക്കും അല്ലെ. 4 ദിവസമാണ്. 4, 5, 6, 7 പകലും രാത്രിയും ഈ മയിൽ പ്രദേശം മുഴുവൻ ഇവിടെ ഒഴുകിയെത്തും. ഇതിന് വലിയൊരു അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് പുതിയ കാലത്ത് നമ്മൾ കലയ്ക്കല്ല, കല വിട്ടുകൊണ്ട് മറ്റു പലതിനും നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് അതാണ് നമുക്ക് ഏറ്റവും വലിയ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷേ ജീവിതം നമ്മൾ എവിടെയെങ്കിലും വഴിമുട്ടി പോകുമ്പോൾ, നിരാശാജനകമായ ഏതെങ്കിലും നിമിഷങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, നമ്മുടെ ആ നിരാശയും നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റാൻ വേണമെങ്കിൽ നമുക്ക് ഭാവഗായകന്റെ ഒരു പാട്ട് കേൾക്കാം, യേശുദാസിന്റെ പാട്ട് കേൾക്കാം, റാഫിയുടെ പാട്ട് കേൾക്കാം, ഗുലാമലിയുടെ പാട്ട് കേൾക്കാം, കിഷോർ കുമാറിന്റെ പാട്ട് കേൾക്കാം. അങ്ങനെ എത്രയോ മഹാന്മാരായ പാട്ടുകാരുടെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഭക്ഷണമല്ല, ഭക്ഷണത്തെക്കാൾ ഉപരി നമുക്ക് മെഡിസിൻ നമ്മുടെ ആരോഗ്യത്തിന്, മാനസികമായ ആരോഗ്യത്തിനും ശാരീരികമായ ആരോഗ്യത്തിനും രണ്ടിനും നമുക്ക് ഒതുക്കുന്നത് എന്നും കലയാണ്. അതുപോലെ തന്നെ സാഹിത്യവും പുസ്തകവും നമുക്ക് ഇഷ്ടപ്പെട്ട. കാരണം ഞാനും നിങ്ങളും ഒക്കെ നമ്മുടെ ലോകം മുഴുവൻ കൊറോണ എന്ന് പറഞ്ഞ ഒരു വൈറസ് ബാധിച്ച് ഒരു 2 വർഷത്തോളം പുറത്തിറങ്ങാൻ പറ്റാതെ നമ്മളെല്ലാവരും വീട്ടുതടങ്കലിലായിരുന്നു. അന്ന് വീട്ടുതടങ്കിൽ അകപ്പെട്ടപ്പോൾ നമ്മൾ ആരും ഓടിക്കാറിൽ പോയി യാത്ര ചെയ്തിട്ടല്ല നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. നമ്മൾ ദിവസവും ബിരിയാണി കഴിച്ചിട്ടല്ല നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോയത്. നമ്മൾ ഏതെങ്കിലും അമ്പലങ്ങളിൽ പോയി, ഞാൻ ക്ഷമിക്കണം, അമ്പലമായാലും ചർച്ചായാലും മുസ്കായാലും ആരാധനാലയങ്ങളിൽ പോയല്ല നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയി. ഭക്തിയൊക്കെ വിശ്വാസമൊക്കെ നമ്മുടെ വീട്ടിനകത്ത് തന്നെയായിരുന്നു അല്ലെ. 2 വർഷം ആലോചിച്ചോളൂ. ഇന്ന് ഭക്തിയുടെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ തെരുവിൽ തമ്മിൽ തല്ലുകൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പുരോഗമന കേരളം പോലും മാറുമ്പോൾ
2 വർഷം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് പരസ്പരം മനുഷ്യരിലായിരുന്നു. ആ 2 വർഷം നമുക്ക് ആർക്കും ഭ്രാന്ത് പിടിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയത് ഈ പറയുന്ന കലയും സാഹിത്യവും തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കലയും കലാകാരന്മാരും ചിരഞ്ജീവികളാണ്. കാളിദാസന്റെ നാട്യകലയിൽ പറയുകയാണെങ്കിൽ മനുഷ്യൻ 3 വിധത്തിലാണ്: മധ്യമൻ, ഉത്തമൻ, അധമൻ. അതിൽ കലാകാരന്മാരും കലാഹൃദയമുള്ളവരും. എല്ലാവർക്കും പാട്ട് പാടാൻ സാധിക്കില്ല, എല്ലാവർക്കും നന്നായിട്ട് അഭിനയിക്കാൻ സാധിക്കില്ല, നൃത്തം ചെയ്യാൻ സാധിക്കില്ല, ചിത്രം വരയ്ക്കാൻ സാധിക്കില്ല ഒന്നും. പക്ഷേ നല്ല കലാഹൃദയമുള്ളവരെ മാറാൻ സാധിക്കും. ഞാനൊരു നാടകകല കൂടിയാണ്. കാരണം എനിക്ക് ചെറിയൊരു വിഷമം തോന്നിയത് നമ്മുടെ രത്നകുമാരി ചേച്ചി ആയാലും സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട മനോജ് മാഷും ഒക്കെ പറഞ്ഞത് സിനിമാ നടൻ എന്ന് മാത്രമാണ്. പക്ഷെ ഞാൻ ഇന്നും സിനിമാ നടൻ എന്നതിനപ്പുറം ഒരാളെയും നമ്മൾ പാർശ്വവൽക്കരിക്കാൻ പാടില്ല. ഈ സ്കൂൾ കലോത്സവത്തിൽ സിനിമയ്ക്ക് പ്രത്യേകിച്ച് മത്സരമില്ല. സിനിമാ നടനാകണം, നടിയാകണം, സംവിധായകനാകണമൊക്കെ സ്വപ്നങ്ങൾ മാത്രമാണ്. പക്ഷെ ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര, അതിന്റെ പിമ്പലം, ഏറ്റവും നല്ല വീട്, ഈ മനോഹരമായ കെട്ടിടം പോലും പടുത്തുയർത്തി നല്ല തടകിട്ടിക്കൊണ്ടാണ്, അല്ലെ? നല്ല ബേസ് വേണം. ഞാൻ ഇപ്പോഴും പറയുന്നത് നാടിന്റെ അകത്തിലൂടെ നാടകത്തെ സ്നേഹിച്ചുകൊണ്ട്, നാടകത്തെ പ്രണയിച്ചുകൊണ്ട്, മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കി സംസാരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴും നാടകക്കാരനാണ്, നടനാണെന്ന് പറയാൻ വളരെ അഭിമാനത്തോട് പറയുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓരോ കുട്ടികളും പറയുന്നത് തന്നെയാണ്. പക്ഷെ ഇന്ന് പുതിയ കാലത്ത് നമ്മൾ, അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളും നമ്മളൊക്കെ വളരെ വിവരമുള്ളവരാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നത് പോലും നമ്മൾ മാതാപിതാക്കളും പേരൻസും അധ്യാപകരും ഈ സമൂഹവുമാണ്. തുറന്നു പറയാം, ഒരു തർക്കമില്ല. കാരണം നാടകക്കാരനാണെന്ന് പറയാൻ എന്തിനാണ് എനിക്ക് അഭിമാനക്ഷേത്രം? ഞാൻ ചെറുപ്പത്തിൽ സ്വപ്നം കണ്ടിരുന്നു സുഹൃത്തുക്കളെ. ഞാനൊരു സാധാരണക്കാരന്റെ, ഒരു കർഷക തൊഴിലാളിയുടെ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ UP സ്കൂൾ പഠിക്കുമ്പോൾ ആ UP സ്കൂളിൽ ഉച്ചക്കഞ്ഞി വെച്ചു കൊടുത്ത ഒരു അമ്മയുടെ മകനായിട്ട് ജനിച്ചതാണ്. കഴിഞ്ഞ വർഷം ആ സ്കൂളിൽ UP സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ചേർന്ന് അവിടെ ഒത്തുകൂടിയപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ ആ പൂർവ്വ വിദ്യാർത്ഥികൾ സ്നേഹിച്ചത് എൻ്റെ അമ്മയായിരുന്നു. കാരണം എൻ്റെ അമ്മ കൊടുത്ത ഉച്ചക്ക് ഞാനും മറക്കില്ല. പഴയ കാലത്ത് വലിയ അധ്യാപകരൊന്നും നന്നായിട്ട് പഠിപ്പിച്ചു എന്നൊന്നും പറയുന്നില്ല. പുതിയ കാലത്തെ കുട്ടികൾ മഹാഭാഗ്യവന്മാരാണ്. സത്യം, നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്തൊരു തലമുറ ഇല്ല. നേരത്തെ രത്നകുമാരി ചേച്ചി പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അനുഭവത്തോടെ മാത്രം പറയുകയാണ്. എന്നോട് ആർക്കും ദേഷ്യവും തോന്നാൻ പാടില്ല. എനിക്ക് വലിയ എൻ്റെ അധ്യാപകരോട് വലിയ ബഹുമാനമുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത്ര വലിയ സ്നേഹമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാനൊക്കെ പഠിക്കുമ്പോൾ പാട്ടുപാടാൻ അറിയില്ല. അത്യാവശ്യം പറയുന്നത് ഇങ്ങനെ എന്തൊക്കെ വേഷം കെട്ടി മോഡലിറ്റി കളിക്കാനും അത്യാവശ്യം അതൊക്കെയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അവസരം തരില്ല. സമ്പന്നന്മാരുടെ മക്കൾക്കാണ് അവസരം കൊടുക്കുക, ടീച്ചേഴ്സിന്റെ മക്കൾക്ക്. അവരെ ഭരതനാട്യത്തിനും ഗ്രൂപ്പ് ഡാൻസിനും നാടോടി നൃത്തമൊക്കെ അവരുടെ മക്കൾക്കായിരിക്കും. സബ് ജില്ലയിൽ ഞാൻ മോഡലിറ്റിയിൽ ആ വർഷം പറയുന്നില്ല, 5ാം ക്ലാസ് പഠിക്കുമ്പോൾ സമ്മാനം കിട്ടി. ഇപ്പൊ ജില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓസ്കാർ അവാർഡിനൊക്കെ പോകുന്ന പോലെയാണ്, ദേശീയ അവാർഡിനൊക്കെ മത്സരിക്കുന്ന പോലെയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു വലിയ ഷീൽഡ് ഞാൻ കൊണ്ടുപോയത് ഈ മോഡലിറ്റിൽ ആദ്യമായിട്ട് സമ്മാനം കിട്ടിയിട്ടാണ്. അപ്പൊ എന്നോട് എല്ലാവരും പറഞ്ഞു ഇനി ജില്ലയിൽ പോകാം, ജില്ലയിൽ പോയി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ആ സമയത്തൊക്കെ അത്രയധികം വലിയ വലിയ കലാകാരന്മാരുണ്ട്. ഇപ്പം സിനിമാ നടനായ വിനീതൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ പഠിക്കുകയാണ്. അപ്പൊ ആ സ്വപ്നം കണ്ടപ്പോഴാണ് പറഞ്ഞത്, ഒരു ടീച്ചർ തന്നെ വിളിച്ചു പറയാണ്, സന്തോഷിക്കുകയും ഞാൻ ജില്ലയിലേക്ക് പോകാൻ സാധിക്കില്ല, പകരം ആ സമയത്ത് അങ്ങനെ പറഞ്ഞതുകൊണ്ട്, കാരണം 5 ഐറ്റംസ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അതിന് പകരം ഞങ്ങൾ ഭരതനാട്യം കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അത് ആ സ്കൂളിലെ സുന്ദരിയായ ഒരു കുട്ടിയായിരുന്നു. സങ്കടം തോന്നിയിട്ടില്ല. പിന്നെ പലപ്പോഴും ഞങ്ങളൊക്കെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിയത് അതുകൊണ്ട് ഇവിടെ ഏറ്റവും പാവപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ടാവും. ഞങ്ങളൊക്കെ അന്ന് ഏറ്റവും കൂടുതൽ വിധിച്ചതെന്നറിയാം, പ്രച്ഛന്നവേഷം കെട്ടാൻ. അതിനൊരു ചെലവുമില്ല. കീറിയ മുണ്ട് അച്ഛൻ്റെ കുറെ വീട്ടിലെ അടുപ്പൊന്ന് കരി കൊണ്ടുപോകും. തൊട്ടടുത്ത് ഗോയിനാടിന്റെ കടയിൽ പോയിട്ട് ചീന പഴം, കാരണം പാമ്പുകൾക്ക് വാളമുണ്ട് തലചായ്ക്ക് ഇടമില്ല എന്ന് പറഞ്ഞ KPSCന്റെ അതിപ്രശസ്തമായ അശ്വമേധ നാടകത്തിന് ഒരു പാട്ടുണ്ടല്ലേ, വിരതമാണ്. അപ്പൊ കുഷ്ഠരോഗിയാകാനാണ് അന്ന് ഞങ്ങൾക്കൊക്കെ കിട്ടും. ഹൈസ്കൂളിൽ എത്തിയപ്പോഴോ അതിനെക്കാട്ടും പ്രശ്നമാണ്. അവിടെ ആ മത്സരം അടിയാണ്. അപ്പൊ അന്ന് ഞങ്ങൾക്ക് വിധിച്ചെന്താണ്, ഇന്ന് ആ മത്സരമില്ല. ഒരു കാലത്ത് കലോത്സവത്തിലൊക്കെ ടാബ്ലോ എന്ന് പറയുന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു. കുറെ കരിവാരി തേക്കുക, വെള്ളം പെയിന്റ് അടിക്കുക, മണ്ണ് തേക്കുക. പെറ്റമ്മയ്ക്ക് ഒരു മനസ്സിലാവില്ല എന്റെ മോനാളാണ് നിൽക്കുന്നത്, ഗാന്ധിയായിട്ട് നിൽക്കുക, മറ്റേതായിട്ട് നിൽക്കുക. ഇന്നതല്ല, ഇന്ന് കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു തരത്തിലും പാർശ്വാലിറ്റി ഇല്ലാതെ, സമ്പന്നന്റെ മകനാണോ ഏതെങ്കിലും ജാതിയുടെ പേരിലോ ഒന്നും നോക്കാതെ, ഒരു ചെറിയ കഴിവുണ്ടെങ്കിൽ ആ കഴിവിന്റെ ഏതറ്റം വരെ കൊണ്ടുപോകാൻ
ആ സ്കൂളും അവിടുത്തെ അധ്യാപകരും അവിടുത്തെ മാനേജ്മെന്റും PTA അതും എടുത്തു പറയേണ്ടതാണ്. ഞങ്ങളൊക്കെ പലപ്പോഴും സ്കൂളിൽ പുറത്താക്കുമ്പോൾ തൊട്ടടുത്തുള്ള പീടികയിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടോ, രാഘവാട്ടൊക്കെ പുള്ളിയൊക്കെ കൊണ്ടുപോകാം, അച്ഛൻ്റെ അനിയനെന്നൊക്കെ പറയും. കാരണം അത് പേടിയാണ്. അന്ന് അച്ഛനും അമ്മക്കൊക്കെ സ്കൂളിലെ മഹാ പേടിയാണ്. ഇത് PTA, അതിനപ്പുറം മദർ PTA പോലും അത്രയും സജീവമായി. അതൊരു നാട് ഒന്നടങ്കം നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, സ്കൂളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങനെ നാട് ഒന്നടങ്കം ഒത്തുചേരുകയാണ്. അതാണ് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച. 1957 ഓർക്കുക മക്കളെ, 57 12 ഇനങ്ങളുമായി തുടങ്ങിയ ഈ സ്കൂൾ കലോത്സവം, 240 പേർ പങ്കെടുത്ത ഈ സ്കൂൾ കലോത്സവം ഇന്ന് 16 ഇനങ്ങൾ അവരുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഈ കലോത്സവം മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ കേരളത്തിന്റെ വളർച്ചയാണ്. കേരളം വളർന്നില്ല എന്ന് ഒരു കൂട്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾ മക്കൾ അവരുടെ മുഖത്ത് നോക്കി പറയണം, 12 ഇനങ്ങളിൽ നിന്നും 240 പേർ പങ്കെടുത്ത മത്സരത്തിൽ നിന്നും എങ്ങനെയാണ് പ്രിയപ്പെട്ട നേട്ട അല്ല അധ്യാപക അല്ല അച്ഛനും അമ്മയും ആരായാലും ഈ കേരളം മാറിയത്. കേരളത്തിന്റെ ചരിത്രം അതാണ്. അങ്ങനെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് കേരളത്തിൽ മാറുവാനുള്ള നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള, ഞാൻ പറഞ്ഞ പോലെ അത് നാടകമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കഴിവുകൾ അത് ഒരു ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രം ആകാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞുവല്ലോ, അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ കുഷ്ഠരോഗിയായും ടാബ്ലോയായും ഒക്കെ വേഷം കെട്ടി ആരും അറിയാതെ ഒരു സൈഡിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട് ഏറ്റവും പുറകെത്തിയിരിക്കുമ്പോഴൊക്കെ നല്ല സ്വപ്നങ്ങളുണ്ടായി. ഇപ്പൊ ഈ തിരിതെളിച്ചതുപോലെ ഉള്ളിൽ ചെറിയൊരു ഫയർ ഉണ്ടായിരുന്നു. കളിയാക്കപ്പെട്ടവരുടെ ഉള്ളിൽ എവിടെയെങ്കിലും എൻ്റെ അടയാളം ഞാൻ പെടുത്തണം, എൻ്റെ കയ്യൊപ്പ് ഞാൻ പതിപ്പിക്കണം, അല്ലെ? വൈറ്റ് ഹൗസ്, ഞാനൊരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ വൈറ്റ് ഹൗസിന്റെ മുന്നിൽ അഭിനയിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ചിരുന്നു, ഫ്രീഡം റോഡ് എന്ന് പറയുന്ന നാടകത്തിൽ. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു വൈറ്റ് ഹൗസ് കാണും അമേരിക്കയിലെ വാഷിംഗ്ടണിൽ. ഞാൻ വാഷിംഗ്ടണിൽ പോയി വൈറ്റ് ഹൗസ് കണ്ടു. അദ്ദേഹം ടൂറിന് പോയിട്ട് കണ്ടതല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ നാടകപ്പെട്ടിയെ തൂക്കിക്കൊണ്ടാണ് ഞാൻ അമേരിക്ക സന്ദർശിച്ചത്. ഞാൻ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ മലയാള ഭാഷയെ, കുമാരനാശന്റെ കവിതകളെ പെണ്ണടങ്ങുന്ന ഒരു നാടകത്തിലൂടെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പോലും പോയി ഞാൻ നാടകം കളിച്ചാണ് ഞാനൊരു കലാകാരനെ കണ്ടത്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച ഓസ്ട്രേലിയയിലായിരുന്നു, സിഡ്നിയിലും കാൻബറയിലും ഒക്കെ. ഞാൻ ഓസ്ട്രേലിയൻ പാർലമെന്റും സെനറ്റ് ഹാളും ഞാൻ കാണാൻ സാധിച്ചത് ഞാനൊരു കർഷക തൊഴിലാളിയുടെ മകനായിട്ട് വന്നതുകൊണ്ട് തന്നെ ഒരു നാടകപ്പെട്ടി തൂക്കിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, നിങ്ങളൊക്കെ നമ്മുടെ മക്കൾ തന്നെയാണ്, പറയുവാനുള്ളത്, നിങ്ങൾ എത്രത്തോളം സ്വപ്നങ്ങൾ കാണുന്നു ആ സ്വപ്നങ്ങൾ സത്യസന്ധമായിരിക്കും. ജീവിത വിജയം എന്ന് പറയുന്നത് ഒരിക്കലും ഷോർട്ട് കട്ട് അല്ല. ഞാൻ കഴിഞ്ഞ 1 മാസം മുന്നേ ഞാൻ UP സ്കൂളിൽ ഒരു പരിപാടി പോയി. അപ്പൊ എനിക്കറിയുന്ന, എന്നെ വളരെ അടുത്തറിയുന്ന HM ആണ്. HM നെ കുറിച്ച് ഇങ്ങനെ വാപോരാതെ എല്ലാ നാടകവും സിനിമയും ഒക്കെ പറഞ്ഞു. ഞാനും അത്യാവശ്യം കുട്ടികളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, പാട്ടൊക്കെ പാടി. പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കുട്ടികൾ ഒന്നടങ്കം വന്ന് എന്നോട് ചോദിക്കാറുണ്ട്, ഏത് യൂട്യൂബറാണ്? ഓക്കെ, കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ കാലത്ത് ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുകയാണ്, AI യുഗത്തിൽ ജീവിക്കുകയാണ്. മുഖമില്ലാത്ത മനുഷ്യരുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫേക്ക് ഐഡിയുള്ള മനുഷ്യർ ആരെയും തെളിവിളിക്കുന്ന ആരെയും എന്തും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തിലൂടെയാണ് ഞാനും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പെട്ടെന്ന് തടുക്കാൻ സാധിക്കില്ല. പക്ഷെ രണ്ടാമത് ചോദിച്ച ചോദ്യമാണ് എൻ്റെ ഹൃദയത്തിൽ കൊണ്ടത്. ഒരു കുട്ടി ചോദിക്കുകയാണ്, എത്ര കിട്ടും വരുമാനം, എത്ര കിട്ടും? ഞാൻ എന്താ ഉദ്ദേശിച്ചത്? എപ്പോൾ പറയാണ്, മണവാളൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്ക് 65 ലക്ഷം രൂപ കിട്ടും. ഞാൻ പറഞ്ഞു, മമ്മൂട്ടിക്ക് മോഹൻലാലിന് പോലും മോൻ ഇത്ര കിട്ടുന്നില്ല. കാരണം എത്ര കിട്ടും, എന്ത് കിട്ടും എന്ന് മാത്രമാണ് കുട്ടികളുടെ മുന്നിലേക്ക് വരികയാണ്. ഇതാ ഒരു മാസം എന്റെ വരുമാനം 75 ലക്ഷം രൂപ. അപ്പൊ കുട്ടികൾ കാലത്തെ കുറിച്ചോ നാടിനെ കുറിച്ചോ ചിന്തിക്കില്ല. ഒരേ അർത്ഥത്തിൽ അതാണ് അവർക്ക് നമ്മൾ എല്ലാ സൗകര്യങ്ങളും, ഇൻഫ്രാസ്ട്രക്ചർ വളരുന്നു. പഴയ മൈൽ സ്കൂളല്ല, ഇതേ വേദിക്ക് ഞാൻ അറിഞ്ഞു വിളിച്ചാണ്. ഇതൊരു ഇപ്പം ഇവിടെ കടന്നു വരുമ്പോ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിലൊക്കെ പോകുന്നതിന്റെ ഫീലിംഗ് ആണ് മൈലി. പക്ഷെ അപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പേരൻസ് മടികാട്ടും. നമ്മളും മറ്റൊരു ഫേക്ക് ലോകത്തേക്ക് പോവുകയാണ്. ഞാൻ എവിടെയും പറയാറുണ്ട്, അമ്മയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ, ഞാൻ എവിടെയെങ്കിലും നടനായിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുക എൻ്റെ അമ്മാമ്മയ്ക്കാണ്, അമ്മയുടെ അമ്മയ്ക്കാണ്. എൻ്റെ അമ്മാമ്മ പാടിത്തത്ത തോറ്റപ്പാട്ടുകൾ കേട്ടാണ് എൻ്റെ ഉള്ളിലേക്ക് കഥകൾ ഉണ്ടായി. കഥകൾ പറയുമ്പോഴാണല്ലോ ഭാവനകൾ ഉണ്ടാവുക. ഈ പരിസരത്തുള്ള എല്ലാ തെയ്യക്കാവുകളിലും കോട്ടകളിലും പോയി തെയ്യം കാണുകയും ഇന്ന് തെയ്യം കാണുക എന്ന് പറഞ്ഞാൽ റീൽസ് എടുക്കാൻ വേണ്ടി മാത്രമാണ്. കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത് കടലാർക്കാലം നടന്നപ്പോ
അവിടുത്തെ പറയാൻ ഒരാളും തെയ്യം കാണുന്നില്ല, മൊബൈൽ ഫോണുകൾ മാത്രമാണ്. ജൈവാംശവും ദൈവാംശവും. കാരണം കല എന്ന് പറയുന്നത് തെയ്യം ഒരു കലയാണ്. പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ, ഇനി അടുത്ത വർഷം ഈ സ്കൂൾ കലോത്സവത്തിൽ ഒരു തെയ്യം മത്സരം വന്നുകൊള്ളുന്നില്ല. കാരണം ഒരു മനുഷ്യൻ ഒരേ സമയം ദൈവമായി മാറുന്നു, അതേസമയം മനുഷ്യനായി മാറുന്നു. അങ്ങനെ വലിയൊരു കലയാണ്. അങ്ങനെ ആ തെയ്യങ്ങളുടെ കഥകൾ പറഞ്ഞു തന്നു. വാക്കപ്പൂതിയുടെയും കണ്ണനാർക്കാടന്റെയും കഥകനൂറിന്റെയും കുളികന്റെയും പൊട്ടന്റെയും ഒക്കെ കഥകൾ പറഞ്ഞു തരാൻ അത് അമ്മാമി ഉണ്ടായിരുന്നു. ഇന്നോ നമുക്ക് കുട്ടികൾക്ക് അത് ഓർമ്മ കൊടുക്കാൻ പറ്റില്ല. കുട്ടികൾ ആകെ അറിയുന്നതാണ് യൂട്യൂബിലൂടെ മാത്രമാണ്. അങ്ങനെ കഥകൾ പറഞ്ഞു തരുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരുപാട് റോൾ മോഡൽസ് ഉണ്ടായിരുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ മുമ്പിൽ ഒരു പരമേശ്വരൻ മാഷ് ഉണ്ടായിരുന്നു, ഒരു റോൾ മോഡലായി. മാഷൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷെ മാഷ് നല്ല റോൾ മോഡലായിരുന്നു. കാരണം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മാഷ് ചെറിയ മാങ്ങാട് തോർത്തു കൊടുത്ത് കീഴാറ്റൂർ വയലിൽ കണ്ടത്തിൽ, അല്ല അതോടെ കണ്ടം എന്ന് പറയാം, കണ്ടത്തിൽ കന്ന് കൂട്ടുന്നുണ്ടാവും. അപ്പം നമ്മൾ കരുതും മാഷ് കുറേ കഴിഞ്ഞിട്ടേ വരുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് മാങ്ങക്ക് ഇത് മാവിലെ കല്ലക്കരുതി മാങ്ങക്ക് കല്ലക്കരുതി എത്തപ്പോഴേക്കും മാഷ കറക്റ്റ് 10 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടാവും. മാഷ് എത്തി ഉടനെ എന്നെ വിളിക്കുക. മാഷ് സ്ഥിരം ഒരു പരിപാടിയുണ്ട്, ഒരു നേന്ത്രപ്പഴം ഒരു ചായ, അത് ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. പക്ഷെ മുമ്പിൽ മാഷെ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു മണ്ണെന്താണ്, ജീവിതം എന്താണ്, രാഷ്ട്രീയം എന്താണ്, ഒരു പൊതുപ്രവർത്തകൻ. പലപ്പോഴും അധ്യാപകർക്ക് പൊതുപ്രവർത്തകന്മാരാണ്. അവർ പഠിപ്പിച്ചു തന്നൊരു വലിയൊരു ജീവിതമുണ്ട്. മഹേശ്വര മാഷ പോലെയുള്ള, രാജഗോപാല മാഷ പോലെയുള്ള, ഇന്നും ബാലഗോപാല മാഷ പോലെയുള്ള ആൾക്കാരൊക്കെ ഞാൻ ഇന്നും ബഹുമാനിക്കുന്നത്. എന്തെങ്കിലും ഹിസ്റ്ററി പഠിപ്പിച്ചിട്ടോ ഹിന്ദി പഠിപ്പിച്ചിട്ടോ കണക്ക് പഠിപ്പിച്ചോ ഒന്നൊന്നും കൂട്ടിയാൽ രണ്ടെന്ന് പോയി ഇപ്പം പറയാനറിയില്ല. പക്ഷെ ഒന്നൊന്നും കൂട്ടിയാൽ ഇമ്മണി വലിയ ഒന്നാണ് എന്ന് പഠിപ്പിച്ചു തന്ന വിശ്വസാഹിത്യകാരൻ ബഷീർ പഠിപ്പിച്ചെന്ന വലിയൊരു മാനവികതയുടെ ഒരു ലോകം പഠിപ്പിച്ചല്ലേ. ഒന്നൊന്നും കൂട്ടി എത്രയാന്ന് വെച്ചോ ഇമ്മണി വലിയ ഒന്ന്. ഇന്ന് നമ്മുടെ കുട്ടികൾ നമ്മളും പറയാം, നമ്മുടെ ഉള്ളിൽ അടക്കം ഒന്നൊന്നും കൂട്ടിയാൽ രണ്ടെന്നേ പറയും. പക്ഷെ ഒന്നൊന്നും കൂട്ടിയാലല്ല, ഇമ്മണി വലിയ ഒന്ന്, ഇമ്മണി വലിയ ഒന്ന് എന്ന് പഠിപ്പിച്ചത് ഇവരൊക്കെയാണ്. ആ ഇമ്മണി വലിയ ഒന്ന് പഠിപ്പിച്ചു തന്നതുകൊണ്ട് മാത്രമാണ് ഈ ഇമ്മണി വലിയ ലോകത്തേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളതും, കല എന്നും, അത് സാഹിത്യമായിക്കോട്ടെ, നിങ്ങൾ എന്നും ഒരു സെക്കൻഡറി ആയിട്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ കൂടെ കൊണ്ടുപോകണം. നിങ്ങൾ എവിടെയെങ്കിലും തളർന്നു പോകുമ്പോൾ നിങ്ങളുടെ കൂടെ ചേർക്കുക. പക്ഷെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടോ, ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട് അതായിരിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും, കാരണം കേരളം അതും പറയാതിരിക്കാൻ സാധിക്കില്ല. കേരളം എല്ലാ അർത്ഥത്തിലും പഞ്ചായത്ത് പ്രസിഡന്റും 2 പ്രസിഡന്റുമാരും പോയി, പക്ഷെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഇവരെ എന്താ പറയാ, ഓട ഉണ്ടാക്കുന്നു, ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, ഒക്കെ ഉണ്ടാക്കുന്നു. ഇതൊക്കെ നല്ലതാണ്, നല്ല നല്ല റോഡുകൾ വരുന്നു. പക്ഷെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയും സാമൂഹ്യ ജീവിതം അനുനിമിഷം തകർന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും ഈ പറഞ്ഞ തൃച്ചംബരം, നിങ്ങളൊക്കെ ഇവിടുന്ന് തൃച്ചംബര ഉത്സവത്തിന് വരാറില്ല അല്ലെ? തൃച്ചംബര ഉത്സവമായാലും ഈ പറഞ്ഞ തെയ്യം കാണാനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യും. നമ്മുടെ വീട്ടിലൊന്നും വലിയ മതിലുകൾ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? വലിയ പൂട്ടുണ്ടായിട്ടില്ല. CCTV ഉണ്ടായിരുന്നു. ഇന്ന് പാവ മക്കൾക്ക് പോലും ഈ സ്കൂളിൽ ഒരു മണിക്കൂർ പോകാൻ പറ്റില്ല. എവിടെ നോക്കിയാലും മാനേജ്മെന്റ് അധ്യാപകർ CCTV വെച്ചിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തെ കുറിച്ച് അവർ പറയുമ്പോഴും അത് നമ്മൾ ഉണ്ടാക്കിയ അറിവാക്കല്ല. പക്ഷെ അന്ന് നമുക്ക് നിറയെ സ്നേഹം ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഇന്നത്തെക്കാളും കൂടുതൽ സമ്പത്ത് ഉണ്ടായിരുന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുരുമുളക്, അടക്ക, അല്ലെ, തേങ്ങ, നെല്ല്, വലിയ പത്തായം. ഇന്ന് അതൊന്നുമില്ല. എന്നിട്ടും നമ്മളെ അത്രയധികം ആധുനികവൽക്കരിക്കപ്പെട്ടു. സാങ്കേതിക യുഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു, ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഭയം എന്തുകൊണ്ടാണ് നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു ആണിനും പെണ്ണിനും മര്യാദക്കും മുഖത്തോക്കിനും വർത്തമാനം പോലും പറയാൻ പറ്റില്ല. സദാചാരവാദികൾ പോലും തിരിഞ്ഞു നോക്കും. നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മിണ്ടാൻ പറ്റില്ല. ആ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കും പോലും അതിനെതിരെ പറയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്, അവിടെയാണ് സാങ്കേതികത്വത്തിൽ മാത്രം അധിഷ്ഠിതമായി നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഭയമാണ്. പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ ഇല്ലാതാവും. 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കുട്ടികൾ കുറവായതുകൊണ്ടും ഏറ്റവും കൂടുതൽ രക്ഷിതാക്കളും അധ്യാപകരൊക്കെ ഞാൻ ഈ ചെറിയ വർത്തമാനം നിർത്തുകയാണ്. ഞാൻ 2 അനുഭവങ്ങൾ മാത്രം പറഞ്ഞു. ഞാൻ ഒരു പരിപാടിക്ക് തൃശ്ശൂരിൽ പോയി. ഒരു വലിയ പരിപാടിയായിരുന്നു, എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ. എന്നെ രാവിലെ എത്തിയപ്പോൾ ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ വീടാണെന്ന് പറയാൻ സാധിക്കില്ല, കൊട്ടാരം പോലൊരു വീട്ടിൽ എന്നെ അവിടെ കൊണ്ടാക്കി. പക്ഷെ ആ വീട്ടിലകത്ത് ഞാൻ കണ്ടത് ആരും ചിരിക്കുന്നില്ല. എല്ലാവരും ആരും ചിരിക്കുന്നില്ല. ആ സമയം ചായ കുടിക്കാൻ പറഞ്ഞു. ചായ കുടിക്കാൻ പറഞ്ഞപ്പോൾ ആ വീട്ടിലെ അമ്മ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാണ് മക്കളുണ്ട്. അപ്പോഴാണ് പറഞ്ഞത് 3 മുറിയിൽ മുകളിലെ 3 മുറിയിൽ മക്കളുണ്ട്. ആ 3 പേരും പഠിക്കുന്നത്, ഒരാൾ MBBS, അതുപോലെ വലിയ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല അമ്മാരി പഠിക്കുന്നവരാണ്. അവരും താഴെ വന്നു. അതിഥി ദേവോ ഭവയാണല്ലോ നമ്മൾ, അതിഥിയെ സ്വീകരിക്കുക. പ്രത്യേകിച്ച് മലബാറിന്റെ കറ്റുമല്ല ഇതാണ്.
പക്ഷെ അവർ ആ കുട്ടികൾ ആരും എന്നെ മുഖത്ത് പോലും നോക്കിയില്ല. ഞാൻ അങ്ങോട്ട് പേരൊക്കെ ചോദിച്ചു, എല്ലാവരും മുമ്പിട്ട് നിൽക്കുകയാണ്. അത് തിരിച്ചു പോയി. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ചിരിക്കാത്ത ആ അമ്മയും ചിരിക്കുന്നില്ല, അവരെന്തോ ടീച്ചറാണ്, പ്രൊഫസറാണ്, ആരും ചിരിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച അതേ ജില്ലയിൽ ഈ 2025 സത്യൻ സ്മാരക അവാർഡ് എടുക്കായിരുന്നു. അത് ശ്രീലങ്കയുടെ ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ എന്നെ ഇതുപോലെ ഒരു വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. ഒരു പെൺകുട്ടി വരുന്നു. എനിക്ക് പിറ്റേന്ന് രാവിലെ എനിക്ക് ബോംബെയിലേക്ക് പോകേണ്ടതുകൊണ്ട് രണ്ട് വലിയ ബാഗൊക്കെ ഉണ്ട്. ആ കുട്ടി എന്നോട് പോലും സമ്മതം ചോദിക്കാതെ ആ ബാഗ് എടുത്തിട്ട് കുട്ടി മുകളിലേക്ക് ഒരു റൂം എനിക്ക് തുറന്നിരുന്നു. എനിക്ക് ടൗല് തരുന്നു. ചായ വേണോ കോഫി വേണോ എന്ന് ചോദിക്കുന്നു. അങ്കിൾ ഇവിടെ റെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീടൊന്ന് ചുറ്റിക്കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത്, ആദ്യത്തെ വീട്ടിൽ സൺറൈസ് AC ആണ്, കൊട്ടാരം പോലെയുള്ള വീടാണ്, ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന പട്ടിക്കുട്ടികളുണ്ട്, CCTVയുടെ എല്ലാം. പക്ഷെ അവിടെ ചിരിക്കുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വീട്ടിൽ ഒന്നുമില്ല, CCTVയില്ല, പട്ടിക്കുട്ടിയില്ല, ഒന്നുമില്ല. പക്ഷേ ആ വീട്ടിൽ ഒരു മുറി നിറയെ പുസ്തകങ്ങളാണ്. അത് മാത്രമല്ല, ആ അവാർഡ് ദാനത്തിന് ശേഷം ഗിരീഷ് കർണാടിന്റെ ഒരു നാടകം അവിടെ അവതരിപ്പിക്കുന്നു. ആ നാടകത്തിലെ പ്രധാന നടൻ ഈ കുട്ടിയുടെ അച്ഛനാണ്, പ്രധാന നടി ആ കുട്ടിയുടെ അമ്മയാണ്. ഈ പെൺകുട്ടിയും ആ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്, ആ കുട്ടിയുടെ അനിയനും അഭിനയിക്കുന്നുണ്ട്. നാടിന് വേണ്ടി ആ വായനശാലയുടെ 15,000-ലധികം പുസ്തകങ്ങളുടെ വായനശാലയുടെ ലൈബ്രറിയൻ ഈ പെൺകുട്ടിയുടെ അമ്മയാണ്. അപ്പോ നമ്മൾ സമ്പത്തി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു നമ്മുടെ പ്രിയപ്പെട്ട ഒരു പാട്ടുണ്ട്, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പ അല്ലെ. കാശിന്റെ കൊട്ടാരത്തിൽ ഒരു പൂവും വിരിയില്ല, ഒരു പാട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് കാശ് മാത്രമല്ല. ഞാൻ ആ രണ്ട് വീട്ടിൽ പോയപ്പോൾ സമ്പത്തിന്റെ പേരിൽ വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ വേണമെങ്കിൽ ആദ്യത്തെ വീടായിരിക്കാം ഏറ്റവും വലിയ. നമ്മുടെ സമൂഹത്തിൽ വിചാരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ രണ്ടാമത്തെ വീട്ടിൽ നിറയെ പാട്ടുകളുണ്ട്, സംസാരമുണ്ട്, ചിരിയുണ്ട്, സംസ്കാരമുണ്ട്. നമ്മൾ ആദ്യം പഠിക്കേണ്ടതും സംസ്കാരം എന്താണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്വീകരിക്കുക, എങ്ങനെയാണ് നാടിന്റെ കൂടെ നിൽക്കുക. ഈ കലോത്സവം നടത്തുന്നത് പോലും പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ കൾച്ചറായിട്ട് വളരുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കാരണം ഈ മത്സരത്തിൽ പങ്കെടുത്തവരെല്ലാവരും നാളെ മികച്ച നടന്മാരാകോ പാട്ടുകാരാകോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു ഗ്രേസ് മാർക്കോട് കൂടി കുട്ടികളൊക്കെ അവരുടേതായ വഴിയേക്ക് പോകും. പക്ഷേ കലയെ അത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യരാകാൻ സാധിക്കും. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ടെൽസ്മാൻ എന്ന് പറയുന്ന അതിപ്രശസ്തമായിട്ടുള്ള ബോളിവുഡ് ആക്ടർ, ഡയറക്ടർ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകളുണ്ട്. ടെലിവിഷൻ നിങ്ങളെ സമ്പന്നനാകും. അത് മലയാളം ടെലിവിഷൻ അല്ല കേട്ടോ, ബോളിവുഡിലാണ്. ടെലിവിഷൻ നിങ്ങളെ സമ്പന്നനാകും, സിനിമ നിങ്ങളെ പ്രശസ്തനാകും. കുറച്ച് സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് മാത്രമാണ് ഈ മനോഹരമായ വേദികളിൽ ഓരോ ദിവസവും നിരവധി പരിപാടികൾ വിളിക്കുന്നത്. സന്തോഷിക്കായിട്ടുള്ള 2 തവണ സംസ്ഥാന അവാർഡ് വാങ്ങിയ നാടകമാണ്. നിരവധി തെരുവ് നാടകങ്ങളിൽ അഭിനയിച്ചു. നാടകം കൊണ്ട് ലോകം ചുറ്റും ഒന്നുമല്ല. അത് സിനിമ അങ്ങനെയാണ്, ഭയങ്കരമായിട്ട് നമ്മളെ അടയാളപ്പെടുത്തും. സിനിമ നിങ്ങളെ പ്രശസ്തനാക്കും. തിയേറ്റർ എന്ന് പറയും, നാടകം എന്ന് പറയുമ്പോൾ ഞാൻ നാടകം എന്ന് പറയുന്നതിൽ മാത്രങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും. ഞാൻ നാടകം പറയാനറിയാം. നാടകം എന്ന് പറയുന്ന കലയിൽ എല്ലാം ഉണ്ട്. പാട്ടുണ്ട്, നൃത്തമുണ്ട്, ശില്പമുണ്ട്, ചിത്രമുണ്ട്, എല്ലാ കലകളിലും സംസാരമുണ്ട്. ചതുർവിധാഭിനയത്തിന്റെ ആംഗികം, വാചികം, ആകാരം, സ്വാത്വികം. ആംഗികം, വാചികം, ആകാരം, സ്വാത്വികം എന്ന് പറയുന്ന നാട്യതരംഗ അധിഷ്ഠിതമായ ചതുർവിധാഭിനയത്തിന്റെ എല്ലാ കലകളും ഒത്തുചേരുന്നത് കൊണ്ട് മാത്രമാണ് ഈ ലോകം തന്നെ ഒരു തിയേറ്ററാണ്, നാടകമാണ്. ഇന്നിപ്പം കണ്ടില്ലേ, നമ്മൾ ഈ ഉദ്ഘാടന സമ്മേളനം ഒരു തിയേറ്ററായി മാറുകയായിരുന്നു. അവിടെ ക്രിയേറ്റീവായിട്ടാണ്. പെട്ടെന്ന് അവർക്ക് പോകണം, വിളക്ക് കത്തിക്കുന്നു, തിരിച്ചു വരുന്നു, അധ്യക്ഷ പ്രസംഗമില്ല, അങ്ങനെ അതൊക്കെ തിയേറ്ററിന്റെ ഭാഗമാണ്. അപ്പൊ പറയുകയാണ് അരങ്ങിൽ നിങ്ങളെ, അങ്ങനെ പറയാം, നാടകം വിട്ടോളൂ. ഈ അരങ്ങിലാണോ ഈ 4 ദിവസം കുട്ടികളുടെ ചിലമ്പൊലി ഒച്ച കേൾക്കുക? അരങ്ങ് നിങ്ങളെ മനുഷ്യരാക്കും, അരങ്ങ് നിങ്ങളെ മനുഷ്യരാക്കും. ഓരോ കലോത്സവങ്ങളും നല്ല നല്ല മനുഷ്യന്മാരാക്കി മാറ്റുവാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തിയാക്കട്ടെ. നല്ല കാമ്പുള്ള, നല്ല ഉറച്ച നിലപാടുകളുള്ള, ഉറച്ച നല്ല പൗരന്മാരെ വളർത്തിയെടുക്കുവാൻ കലയ്ക്കും സാഹിത്യത്തിനും ഇതുപോലെയുള്ള കലോത്സവങ്ങൾക്കും സാധിക്കണം. കേവലം മത്സരങ്ങൾക്കപ്പുറം നമ്മൾ സൃഷ്ടിക്കപ്പെടേണ്ടതും നമ്മൾ കുട്ടികളെ രൂപപ്പെടുത്തേണ്ടതും അവരെ പോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള തലമുറ വേറെയില്ല. പക്ഷെ അവർക്ക് നമ്മൾ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നില്ല. ചരിത്രം പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരായ മാതാപിതാക്കളും അല്ല അധ്യാപകരും പൊതുസമൂഹവും പലപ്പോഴും കുട്ടികളെ ചരിത്രത്തിൽ മാറ്റി സഞ്ചരിക്കുമ്പോഴാണ് അവർ മോശമായ വഴികളിലൂടെ സഞ്ചരിച്ചു പോവുക. അവരെ നല്ല വഴികളിലൂടെ സഞ്ചരിപ്പിക്കുവാനും ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് അടക്കം വരികയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അടക്കം ബോധ്യപ്പെടുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത്, ഞാൻ ഓസ്ട്രേലിയ പോയപ്പോഴാണ് മനസ്സിലാക്കുന്നത്, അവിടെയൊക്കെ വോട്ട് ചെയ്തില്ലെങ്കിൽ ഒരു വലിയ പിഴയാണ് അവിടെ വിധിക്കുക. കാരണം ഏതൊരു പൗരന്റെയും ധർമ്മമാണ്. അങ്ങനെ നാടിന്റെ കൂടെ സഞ്ചരിക്കുവാൻ ഓരോ മക്കൾക്കും സാധിക്കട്ടെ, നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് ഏറെ പുരോഗമന വളക്കൂറുള്ള ഒരു മണ്ണാണ് ഈ മയിൽ പ്രദേശം. ഈ മയിൽ പ്രദേശത്ത് വെച്ച് ഈ കലോത്സവം നടക്കുമ്പോൾ 4 ദിവസം ഈ കലോത്സവം നടക്കുമ്പോൾ ഇതൊരു വലിയ ജനകീയ ഉത്സവമായി മാറും. അവിടെ എല്ലാവരും, അധ്യാപകരും,
എല്ലാവരും ഒത്തുചേർന്ന് നാട്ടുകാരും കുട്ടികളും PTA-യും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇത് വലിയൊരു മാനവികതയുടെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ കലോത്സവമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ മത്സരിക്കുന്ന മക്കളോടും ഏതെങ്കിലും ഒരു കുട്ടി തോറ്റു പോവുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടും നിരാശപ്പെടേണ്ടതില്ല. തോറ്റുപോയവർ പിന്നീട് വിജയിച്ച ചരിത്രമാണ് ലോക ചരിത്രം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തോൽവിയുടെ രുചി അറിഞ്ഞവരാണ്. എപ്പോഴെങ്കിലും തോൽവിയുടെ രുചി അറിയുമ്പോൾ അതുകൊണ്ട് നാളെ SLC തോറ്റുപോയല്ലേ സന്തോഷത്തെ മാത്രം പറയാൻ പാടില്ല. ഞാൻ ആ തോൽവിയെ കുറിച്ച് നല്ല പറയുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഒരു തോറ്റുപോയ ഒരു തരത്തിലും സങ്കടപ്പെടുകയോ ഒന്നും വേണ്ട. നിങ്ങളുടെ നാളെ, നിങ്ങൾക്ക് നല്ലൊരു നാളെയുണ്ട്. ആ നാളേക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളെ നയിക്കുന്ന നാളേക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. അതിനുവേണ്ടി ഉള്ളതാകട്ടെ ഈ തളിപ്പറമ്പ് സബ് ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഈ തിരി എന്ന് മാത്രം, ഈ പ്രകാശം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം സംസാരിച്ചു പോയത് ക്ഷമിക്കുക. ഉദ്ഘാടകന്റെയും അധ്യക്ഷന്റെയും ടൈം ഞാൻ ഏറ്റെടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് കേൾക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര പ്രയാസമാണ്. പ്രസംഗം കേൾക്കുക, പ്രസംഗം കേട്ടാണ് ഈ നാടിങ്ങനെയായി. റേഡിയോ നാടകങ്ങൾ കേട്ടാണ്, റേഡിയോയിൽ നിന്ന് രാവിലത്തെ സുഭാഷിതവും വൈകുന്നേരത്തെ പരിപാടികൾ കേട്ടാണ്, വാർത്തകൾ കേട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് രാഷ്ട്രീയ ബോധവും സാംസ്കാരിക ബോധവും പൊതുബോധവും ഉണ്ടായത്. കേൾക്കണം. കുട്ടികളെ കേൾക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം, മാതാപിതാക്കളെ കേൾക്കാൻ കുട്ടികൾ തയ്യാറാകണം, അധ്യാപകർ തയ്യാറാകണം, സമൂഹം തയ്യാറാകണം. പരസ്പരം കേട്ടുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് കേൾക്കുക എന്ന് പറയുന്നത് അരോചകമായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് തോന്നാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ കലോത്സവത്തിൽ എല്ലാവരുടെ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ മത്സരിക്കുന്നവർക്ക് നല്ല ശക്തമായ ആരോഗ്യകരമായ ഒരു മത്സരം, കലയുടെ ഏറ്റവും സൗന്ദര്യാത്മകമായ ഒരു മത്സരം. അതുകൊണ്ട് ഏറ്റവും സൗന്ദര്യാത്മകമായ മത്സരം. സൗന്ദര്യം എന്ന് പറയുമ്പോഴും ഞാൻ പെണ്ണുകൾ ഒരു നാടകം അഭിനയിക്കുന്നത് മാത്രം പറയാം. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഭാഗ്യമായ സൗന്ദര്യത്തെ കുറിച്ച് മാത്രമല്ല പ്രിയപ്പെട്ടവർ. അതിസുന്ദരിയായിരുന്നു വാസ്തവത, അല്ലെ? അതിസുന്ദരിയായിരുന്നു കുമാരനാശന്റെ കഥയിലെ വാസ്തവത. ഇന്ന് തുടങ്ങിയതല്ല നിങ്ങളുടെ നേർക്കുള്ള അതിക്രമം, സ്ത്രീകളുടെ നേർക്കുള്ള അതിക്രമം. 150 വർഷം 100 വർഷമായി കരുണ എഴുതിയിട്ട് അന്ന് തുടങ്ങിയതാണ്. അതിസുന്ദരിയായ വാസ്തവത്തെ പിച്ചിച്ചീന്തി ചുടുകാട്ടിക്കൊണ്ടിടുകയാണ്. താൻ ഏറെക്കാലം പ്രണയിച്ച ബുദ്ധവൃക്ഷമായ ഉപബുദ്ധൻ അവസാനമാണ്, ക്ലൈമാക്സിലാണ് ആ ചുടുകാട്ടിലേക്ക് വരുന്നത്. കരഞ്ഞുകൊണ്ട് വാസ്തവത്തെ ചോദിക്കുന്നു, ഇപ്പോഴാണോ സമയമായത്? പണ്ട് ഈ ശരീരം താമരപ്പൂ പോലെ സുലഭിലമായിരുന്നു എന്ന് പറഞ്ഞോട് പറയുമ്പോൾ ഉപബുദ്ധൻ പറയുന്ന ഒറ്റ വാചകം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്, സോദരി ഇപ്പോഴാണ് യഥാർത്ഥ സമയം. നീ ഇത്രയും കാലം നീ നിന്റെ ബാഹ്യ സൗന്ദര്യത്തിൽ ലഭിക്കുകയായിരുന്നു. നീ ഒരിക്കൽ പോലും നിന്റെ ആന്തരിക സൗന്ദര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ല. അവിടെ ഞാൻ കൂടുതൽ നീട്ടുന്ന വലിയൊരു വചനമാണ്. നമ്മൾ ബാഹ്യ സൗന്ദര്യത്തിൽ മാത്രം ആകൃഷ്ടിയാകാതെ നമ്മുടെ ആന്തരിക സൗന്ദര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞു ഞാൻ നല്ല കാമ്പുള്ള ഉറച്ച മനസ്സുകളായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് കലോത്സവം സാധിക്കും, അത് സാധിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഭാവുകങ്ങൾ നിർത്തുകൊണ്ട് എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനിയും നമുക്ക് കാണാം, ഇനിയും ഉണ്ടാം. താങ്ക് യു സോ മച്ച്. സന്തോഷ് തീക്ഷ്ണമായ വാക്കുകൾ നമുക്ക് കോറിയിട്ടുണ്ട്. അടുത്തതായി വേദിയിൽ കലോത്സവ സംഘാടക സമിതി തയ്യാറാക്കിയ ബ്രോഷർ പ്രകാശനമാണ്. ബ്രോഷർ പ്രകാശനത്തിന് വേണ്ടി നമ്മുടെ വിശിഷ്ടാതി പ്രിയ ശ്രീ സന്തോഷ് കീഴാറ്റനെ ക്ഷണിക്കുന്നു. ബ്രോഷർ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മയിൽ പഞ്ചായത്ത് മെമ്പർ ശ്രീ EM സുരേഷ് ബാബു അവരെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ സ്വാഗത ഗാനം ചിട്ടപ്പെടുത്തിയ ശ്രീ ഷാജി സാറിനുള്ള ഉപഹാരം നൽകുന്നത് സന്തോഷ് സാർ. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഷാജി മാഷെ പ്രിയപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തത് വിശദീകരണം നടത്തുന്നതിന് വേണ്ടി തളിപ്പറമ്പ് AO സൗത്ത് രവി ഇന്ദ്രൻ സാറെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ ബഹുമാനീയ
ചെയർപേഴ്സൺ ശ്രീജിമൻ, നമ്മുടെ ഈ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ രത്നകുമാരി, നമ്മുടെ മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അനിത മേഡം, അതിശക്തമായ സാമൂഹ്യ നിലപാടുകളിലൂടെ തൻ്റെ വ്യക്തിത്വം നമ്മുടെ നാടിന് മുന്നിൽ അടയാളപ്പെടുത്തിയ പ്രശസ്ത നാടക സിനിമാ പ്രവർത്തകൻ ശ്രീ സന്തോഷ് കീഴാറ്റൂർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അധ്യാപക സുഹൃത്തുക്കളെ, സ്നേഹമുള്ള കുട്ടികളെ, ഒരു വലിയ മഴ പെയ്ത് തോർന്നതുപോലെ ബഹുമാന്യനായ ശ്രീ സന്തോഷ് കീഴാറ്റൂർ നിങ്ങളോട് സംബന്ധിച്ചു. അതിൻ്റെ കുളിരും സുഖവും എല്ലാവരും അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ സുഖം ഏതായാലും കളയാൻ ഞാനില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിച്ച് നിർത്തും. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഈ വർഷത്തെ ഉപജില്ലാതല കലോത്സവം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി വരുന്ന 4 രാപ്പകലുകൾ കലയുടെയും സാഹിത്യത്തിൻ്റെയും വലിയ വർണ്ണപ്രപഞ്ചമാണ് ഇവിടെ നടക്കുന്ന 10 വേദികളിലായി ഉയരാൻ പോകുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കലയും സാഹിത്യവുമെല്ലാം കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വലിയ സ്വാധീനം, ഉണ്ടാക്കിയിട്ടുള്ള വലിയ സ്വാധീനത്തെക്കുറിച്ച് ബഹുമാന്യനായ നമ്മുടെ വിശിഷ്ടാതിഥി ഇവിടെ ഒരുപാട് സൂചിപ്പിച്ചു. നമ്മുടെ ഈ സബ് ജില്ലയിലെ 62 വിദ്യാലയങ്ങളിൽ നിന്നായി ഏതാണ്ട് 2500-ലധികം കലാപ്രതിഭകളാണ് ഈ വരുന്ന 4 ദിവസങ്ങളിലായി ഇവിടെ വിവിധ മത്സരങ്ങളിൽ മാറ്റൊരുക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്രയധികം ആളുകൾക്ക് മത്സരിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അത്തരത്തിൽ ഓരോ കുട്ടിയുടെയും, വളർന്നു വരുന്ന ഓരോ കുട്ടിയുടെയും സർഗാത്മക ആവിഷ്കരിക്കുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. അങ്ങനെയാണ് കേരളം സാംസ്കാരികമായി ഉയർത്തപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഒരു ആരോഗ്യകരമായ മത്സരത്തിലൂടെ അനാരോഗ്യകരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മത്സരവും ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരും പൂർണ്ണമായും ഇതിൽ പങ്കെടുക്കുവാനുള്ള അവസരം മുതലാക്കിക്കൊണ്ട് ഒരു ഏറ്റവും വിജയപ്രദമായിട്ടുള്ള ഒരു കലോത്സവമായി ഇതിനെ മാറ്റണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഇവിടെ കലോത്സവം തീരുമാനിച്ച അവസരത്തിൽ തന്നെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഇതുവരെയുള്ള കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ള ഇതിൻ്റെ സംഘാടക സമിതി, നമ്മുടെ ഈ സ്കൂളിൻ്റെ അധ്യാപകർ, മറ്റ് രാഷ്ട്രീയ പുരോഗമന പ്രസ്ഥാനങ്ങളിലുള്ള ആളുകൾ, എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്നുള്ള നിലയിൽ നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിജയമാക്കി കലോത്സവത്തെ മാറ്റണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഈ കലോത്സവത്തിന് നേർന്നുകൊണ്ടും എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തത് നമ്മുടെ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വാർഡ് മെമ്പർ സുരേഷ് ആട്ടെ ക്ഷണിക്കുന്നു. തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലാ കേരള കലോത്സവം ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അഡ്വക്കേറ്റ് കെ രത്നകുമാരി അവർ, അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ച ശ്രീമതി എം വി അജിത, പ്രസിഡന്റ് മയിൽ ഗ്രാമപഞ്ചായത്ത്, താൽക്കാലിക അധ്യക്ഷ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചെയർപേഴ്സൺ ശ്രീമതി എം വി ശ്രീജിനി, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, അതുപോലെ തന്നെ വിശിഷ്ടാതിഥിയായി നമുക്ക് മുമ്പ് നമ്മുടെ മുന്നിൽ നല്ല രീതിയിലുള്ള പ്രഭാഷണം നടത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട സന്തോഷ് കീഴാറ്റൂർ അവരുടെ പ്രസംഗം ഞാൻ വളരെ സശ്രദ്ധം ശ്രമിക്കുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. എനിക്ക് അദ്ദേഹത്തെ വളരെ മുന്നേ തന്നെ അദ്ദേഹത്തെ അറിയാം. കണ്ണൂർ സംഘചേതനയിലൂടെ നാടകരംഗത്ത് കേരളത്തിൽ
അങ്ങോളം ഇങ്ങോളം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഒരു നാടകക്കാരനായി സഞ്ചരിക്കുകയും ഇതുപോലെയുള്ള ആയിരക്കണക്കിന് വേദികൾ നടനായി പകർന്നാടുകയും ചെയ്തിട്ടുള്ള ഒരു മഹാനാടകക്കാരൻ. ഇദ്ദേഹത്തിൻ്റെ ഈ കലാരംഗത്തുള്ള ആഴവും പരപ്പും അതിൻ്റെ വ്യാപ്തിയും നിങ്ങളിവിടെ മനസ്സിലാക്കി കാണും. സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിക്കുകയും നാട്ടുപുറത്തുകാരനായി ജീവിക്കുകയും നമ്മുടേതുള്ള കലാസമിതികളിൽ കൂടി വളരുകയും അതിനെ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മഹത്വമായി എനിക്ക് മനസ്സിലാക്കാൻ കലാകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അർപ്പണബോധവും അദ്ദേഹത്തിൻ്റെ ഈ ഹ്രസ്വ പ്രഭാഷണത്തിൽ ഇവിടെ വിവരിക്കുകയുണ്ടായി. എൻ്റെ അമ്മ ഒരു കർഷക തൊഴിലാളിയാണെന്നും ഞാനൊരു നാടക നടനാണെന്നും അദ്ദേഹം ജനങ്ങളോട് തൻ്റെ മുന്നിലിരിക്കുന്ന കേൾവിക്കാരോട് വിളിച്ചു പറയുന്നതാണ് കലയുടെ ആത്മാർത്ഥത അല്ലെ കലാകാരൻ്റെ ആത്മാർത്ഥത അല്ലെ വ്യക്തിത്വം എന്ന് പറയുന്നത്. സാധാരണ സിനിമാ രംഗത്തുള്ള നടന്മാരെ പോലെയോ നടിമാരെ പോലെയോ ജാടിയോ മറ്റ് സംഗതികളൊന്നും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനത്തെക്കുറിച്ച് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ള പ്രസംഗം എന്നെ വല്ലാത്ത രീതിയിൽ ആകർഷിക്കുകയുണ്ടായി. അത് ഞാൻ എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് അനുകരിക്കാവുന്നതാണ്. നമ്മുടെ ഇവിടെ ഈ കലയുടെ രംഗത്ത് മാറ്റിരിക്കുന്ന കുട്ടികൾക്കും ഇവരുടെ കലാപ്രവർത്തനം അനുകരിക്കാവുന്നതാണ്. ഈ കലോത്സവത്തിന് എല്ലാ രീതിയിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നമ്മുടെ ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ചട്ടുകപ്പാറ സ്കൂൾ പ്രിൻസിപ്പൽ ജയരാജൻ മാഷെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ ബഹുമാനായിട്ടുള്ള എനിക്ക് ശ്രീജയാണ്, ചെയർപേഴ്സൺ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും മാതൃകയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി അവിടെ, ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥിയായിട്ടുള്ള നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ കലാകാരനും മനുഷ്യസ്നേഹിയും ജനകീയനുമായിട്ടുള്ള ശ്രീ സന്തോഷ് കീഴാറ്റൂർ സിനിമാ താരം, വേദിയിലുള്ള മറ്റ് ഏറ്റവും മാതൃകരായ ജനപ്രതിനിധികളെ, മറ്റ് പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, ഏറ്റവും ആദരണീയരായ സഹോദരന്മാരെ, കലാസ്നേഹികളെ, നമുക്കറിയാവുന്നതുപോലെ തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ പ്രൗഢഗംഭീരമായ സ്വാഗത ഗാനവും അതുപോലെ തന്നെ രംഗത്ത് ശില്പങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു നവീനമായ ഒരു അവതരണമാണ്, ഒരു തുടക്കമാണ് നമ്മുടെ കലോത്സവത്തിൽ ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം അതിൻ്റെ ഏറ്റവും മികച്ച നിലയിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇത്തരത്തിലുള്ള ഒരു കലോത്സവം സംഘടിപ്പിച്ചിട്ടില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളെ കാണുന്നത്. ക്ലാസ് മുറിക്കുള്ളിൽ ഏറ്റവും മിടുമിടുക്കുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന മിടുക്കന്മാർ ഒരുപക്ഷെ മികച്ച പ്രൊഫഷണലുകളായിത്തീരാം. പക്ഷേ ജനകീയമായ സാമൂഹ്യമായ അംഗീകാരത്തിലൂടെ വളർന്ന് വലുതാകുന്ന മിടുക്കനായ ഒരു വിദ്യാർത്ഥി നല്ല മനുഷ്യ സ്നേഹമുള്ളവരായിത്തീരും എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കലോത്സവ പരിപാടികൾക്ക് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ് മുറികൾക്കുള്ളിൽ നഷ്ടപ്പെടുന്ന നിമിഷങ്ങൾക്കപ്പുറം അതിമനോഹരമായ മൂല്യമുള്ള ഒരുപാട് നിമിഷങ്ങളെ കുട്ടികൾ സ്റ്റേജിൽ സൃഷ്ടിച്ചു തരികയാണ്. അച്ഛനമ്മമാർക്ക് അവരെ വളർത്തുന്ന സമൂഹത്തിന് അവരെ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ കുട്ടിക്ക് സ്വയം അവരെ മനസ്സിലാക്കുവാനുള്ള വലിയ അവസരമാണ് ഇത്തരം വേദികളിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇതിന് വലിയ പ്രാധാന്യം നൽകണമെന്ന ഒരു സന്ദേശമാണ് എനിക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്. ഈ വേദിയിൽ ഇതിനു ശേഷം ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാനായി എത്തുന്ന എല്ലാവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഈ ആശംസ അറിയിക്കുന്നത്. ഈ തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലാ കലോത്സവ പരിപാടി വളരെ മികച്ചതായി
ഒരു മയ്യൽ മാതൃക എല്ലാ കാര്യത്തിലും ഉണ്ടാവുന്നതാണ്. അത് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിനപ്പുറം കൂടുതൽ മികച്ച മാതൃകകൾ നൽകുന്ന ഒരു കലോത്സവ സംഘാടനവും പ്രവർത്തനവുമായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തത് ചടങ്ങിൽ നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിന്റെ HM മനോജ് മാഷയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കൃത്യം 3:45 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ നന്ദി പ്രസംഗം അവസാനിപ്പിക്കും. അതിനു മുൻപ് ഇപ്പോൾ ഈ വേദിയിലിരിക്കുന്ന ആരും ഇറങ്ങിപ്പോകരുത് എന്ന് അപേക്ഷിക്കുന്നു. വളരെ ഗംഭീരമായ ഒരു ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ നടന്നത്. ഈ പരിപാടിക്ക് എല്ലാവിധ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി അവരാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അവരോട് നമ്മുടെ വിദ്യാലയത്തിൻ്റെ പേരിൽ, ഈ വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരുടെയും കുട്ടികളുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ട് സംസാരിച്ച മയ്യൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി അജിത, അവരുടെ വേണ്ടി വിദ്യാലയത്തിന് വേണ്ടിയിട്ടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി നമ്മളോട് ഏറെ നേരം സംവദിച്ച് വളരെ ഒരു ജീവിത വീതിയിൽ കടന്നു വന്ന ജീവിത വഴികൾ എങ്ങനെയാണ് നമുക്ക് മാതൃകയാകേണ്ടതെന്ന് സ്വജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിട്ടുകൊണ്ട് അതിനെല്ലാം അതിജീവിച്ച് ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു മികച്ച കലാകാരൻ എന്ന നിലയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ള ശ്രീ ഏറ്റവും പ്രിയപ്പെട്ട നാടിൻ്റെ അഭിമാനമായ സന്തോഷ് കീഴാറ്റൂർ സർ, ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ യുവർ ഗ്രേഷ്യസ് പ്രസൻസ് ഡെസ്പൈറ്റ് യുവർ ടൈറ്റ് ഷെഡ്യൂൾ. എല്ലാവരുടെയും പേരിൽ ഈ വിദ്യാലയത്തിൻ്റെ വിദ്യാർത്ഥികളുടെ, അധ്യാപകരുടെ, രക്ഷിതാക്കളുടെ, PTA എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് സർ. അതുപോലെ ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട തളിപ്പറമ്പ് AEO ബഹുമാനപ്പെട്ട ശ്രീ രവി മാസ്റ്റർ, അദ്ദേഹത്തിന് വിദ്യാലയത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന മറ്റൊരു വിശിഷ്ട വ്യക്തിത്വം നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള NV ശ്രീജിനിയാണ്. ഈ അടുത്ത കാലത്ത് കൂടി നമുക്കൊരു 14 കമ്പ്യൂട്ടറുകൾ തന്നു. കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു തരത്തിലുള്ള അമാന്തവും വരുത്താതെ എല്ലാ കാലത്തും നമ്മുടെ കൂടെ നിന്നിട്ടുള്ള പ്രിയപ്പെട്ട ജനപ്രതിനിധിയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ മറുപടി, നമ്മുടെ വീട്ടിലെ അമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നത് കഴിച്ചിട്ട് നമ്മളാരും നന്ദി പറയാറില്ല. കുടുംബക്കാർ അങ്ങനെ ഒരു നന്ദിയുടെ ആവശ്യമില്ല. സ്വന്തം വിദ്യാലയമായി ഇനിയും ജനപ്രതിനിധിയായിട്ട് ജില്ലാ പഞ്ചായത്തിലും നിയമസഭയിലും ഒക്കെ പോകാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്നാണ് ആശംസിക്കുന്നത്. അത്രയേറെ നിറഞ്ഞ തിരക്കുകൾക്കിടയിലും ഞങ്ങളോടൊത്ത് ചെലവഴിച്ചതിനുള്ള നന്ദി അറിയിച്ചു പോവുകയാണ്. ഇനി നന്ദി പറയേണ്ട ചട്ടുകപ്പാറ പ്രിൻസിപ്പാൾ ജയരാജൻ മാസ്റ്റർ. നേരിട്ട് വലിയ പരിചയമൊന്നുമില്ലെങ്കിലും മാഷ് വളരെ ആക്റ്റീവാണ്, കർമ്മനിരതനാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മാഷ് ഈ അവസരത്തിൽ ഞങ്ങളോടൊത്ത് ചെലവഴിച്ചതിനുള്ള വിദ്യാലയത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ PTA പ്രസിഡന്റ്, അദ്ദേഹം ഒരു റിട്ടയേർഡ് സൈനികനാണ്. അതിൻ്റെതായ ജാടകളോ അതിൻ്റെതായ ഒരു സാധാരണ സൈനികർക്കൊക്കെ കുറച്ചൊരു മസലുപിടുത്തമൊക്കെ കാണാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് കാണാറില്ല. അദ്ദേഹം വളരെ സൗമ്യനാണ്. എളിമയോടുകൂടി ഏറ്റവും വിനയാന്വിതനായി വിദ്യാലയത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിൽ ഓടി നടന്ന് പണിയെടുക്കുന്ന അജയേട്ടൻ, അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഏറ്റവും ആദ്യം സൂചിപ്പിക്കേണ്ട മറ്റൊരു വ്യക്തി നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറാണ്. വിദ്യാലയം സ്വന്തം തട്ടകമായി കരുതി ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന സുരേഷ് ചേട്ടൻ, അദ്ദേഹത്തോടുള്ള നന്ദി കൂടി അറിയിക്കുകയാണ്. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട മുൻ PTA പ്രസിഡന്റ്, ഇപ്പോൾ SMC ചെയർമാൻ കൂടിയായ ഒപ്പേട്ടൻ, നേരത്തെ അജയന്റെ പോലെ പറഞ്ഞതുപോലെ തന്നെയാണ്
ഞാനിവിടെ വന്ന ദിവസം മുതൽ കാണുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വർക്കൊക്കെ ചെയ്ത് അതിനിടയിൽ രാഷ്ട്രീയ പ്രവർത്തനവും നിർവഹിച്ചിട്ടാണ് വിദ്യാലയ കാര്യങ്ങളിലേക്ക് ഓടിയത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തെ പോലുള്ള വ്യക്തികളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. പപ്പേട്ടനും എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ മദർ PTA പ്രസിഡന്റ് ജിഷ എപ്പോഴും കൂടെയുള്ള സ്കൂൾ മെറ്റത്ത് തന്നെ ജോലി ചെയ്യുന്ന, എപ്പോഴും വിദ്യാലയത്തിൻ്റെ ഒരു സഹചാരിയായി നമ്മുടെ കൂടെയുള്ള ആളാണ്. അവരോടും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ശശീന്ദ്രൻ മാസ്റ്റർ, അനൂപ് മാസ്റ്റർ, യെസ്, ഈ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ സാരഥിയായിരുന്ന, വളരെ ആക്റ്റീവായി ഈ വിദ്യാലയത്തിലെ ഇന്ന് കാണുന്ന നിലയിലേക്ക് നയിച്ചതിൽ, ഇതിൻ്റെ അക്കാദമിക് നിലവാരത്തെ ഏറ്റവും അധികം ഉയർത്തിയതിൽ നല്ല നിർണായകമായ പങ്കുവച്ചിട്ടുള്ള അനൂപ് മാസ്റ്റർ നന്ദി, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ പ്രിൻസിപ്പാൾ, ചിലപ്പോൾ ഒരു പ്രിൻസിപ്പാളാണ്, ചിലപ്പോൾ ഒരു വിദ്യാർത്ഥിയാണ്, ചിലപ്പോൾ ഒരു അധ്യാപകനാണ്, ചിലപ്പോൾ ഒരു PTA മെമ്പറാണ്. അങ്ങനെ പല വേഷങ്ങളിൽ വരും മനോജ് മാസ്റ്റർ. നല്ലൊരു സുഹൃത്താണ്, ഏറ്റവും നല്ല ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. മാഷക്കും ഔപചാരികത പേരിൽ മാത്രം നന്ദി അറിയിക്കുകയാണ്. ഇനി നന്ദി പറയേണ്ടത് ക്ഷമയോടെ കാത്തിരുന്ന, ഇത്രയും ക്ഷമ കാണിച്ച, ഇരിക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപികമാരോടാണ്, അധ്യാപകരോടാണ്, രക്ഷിതാക്കളോടാണ്, വളണ്ടിയേഴ്സിനോടാണ്, ഇതിൻ്റെ സംഘാടകരായിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് നൽകുന്നവരാണ്, പ്രിയപ്പെട്ട കുട്ടികളോടാണ്. ഇത്രയും സമയമൊക്കെ കാത്തിരിക്കുക എന്ന് പറയുന്നത് അസാമാന്യമായ, സാധാരണക്കാർക്ക് സാധ്യമല്ല. അപ്പോൾ എല്ലാവർക്കും ഈ പരിപാടി ഗംഭീരമാക്കി മാറ്റിയ, നല്ല ഒരു സദസ്സിനെ സമ്മാനിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കലാപരിപാടികൾക്കായി വിട്ടുകൊടുത്തുകൊണ്ട് ഉദ്ഘാടന ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.